നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. കായംകുളം നഗരസഭയിൽ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകളെന്ന ആരോപണം. അയാൾക്ക് മറ്റെവിടെയെങ്കിലും വോട്ടുണ്ട് എന്ന് കാണിക്കുന്ന ശക്തമായ രേഖ ഹാജരാക്കണം. നഗരസഭയിലെ 9ാം വാർഡിൽ 132 പേരുടെ വോട്ടുകൾ വെട്ടുമാറ്റിയതായി UDF. മുസ്ലിം ലീഗ് കൗൺസിലർ അമ്പിളിയുടെ നേതൃത്വത്തിൽ നഗരസഭയിൽ പ്രതിഷേധം. തൊഴിലുറപ്പിൽ പദ്ധതി വിഹിതവും തൊഴിൽ ദിനങ്ങളും വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം. കരുനാഗപ്പള്ളിയിൽ BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും. NRG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. ആഘോഷങ്ങൾ ജനങ്ങളുടെ സന്തോഷം ഇരട്ടിയാക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. പത്തനാപുരത്ത് ഫ്ലവർ ഷോയ്ക്ക് തുടക്കം. ഓണം ഫെസ്റ്റും ഫ്ലവർ ഷോയും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. കായംകുളം നഗരസഭയിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നതായി ആരോപണം. നഗരസഭയിലെ 9ാം വാർഡിൽ 132 പേരുടെ വോട്ടുകൾ വെട്ടിമാറ്റിയതായാണ് ആരോപണം. ഇതിനെതിരെ മുസ്ലിം ലീഗ് കൗൺസിലർ അമ്പിളിയുടെ നേതൃത്വത്തിൽ നഗരസഭയിൽ പ്രതിഷേധിച്ചു. നഗരസഭാ ജീവനക്കാരുടെ പിന്തുണയോടെയാണ് കായംകുളം നഗരസഭ ടൗൺ 9ാം വാർഡിൽ 132ഓളം പേരുടെ വോട്ടുകൾ വെട്ടിമാറ്റിയതെന്ന് UDF ആരോപിച്ചു. കൗൺസിലർ അമ്പിളി, നഗരസഭ UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ, DCC ജനറൽ സെക്രട്ടറിയും കൗൺസിലറുമായ AP ഷാജഹാൻ എന്നിവരുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധവും സംഘടിപ്പിച്ചു. ഒരു വോട്ടറെ മാറ്റണമെങ്കിൽ അയാൾക്ക് മറ്റെവിടെയെങ്കിലും വോട്ടുണ്ട് എന്ന് കാണിക്കുന്ന ശക്തമായ രേഖ ഹാജരാക്കണം. അതിനില്ലെങ്കിൽ വോട്ടർ പട്ടിക കൊണ്ടുവന്ന് ഹാജരാക്കണം. ഇതൊന്നുമില്ലാതെ ഇയാൾ ഇവിടെ സ്ഥലത്തില്ല, അയാൾ ഇവിടെ സ്ഥലത്തില്ലെന്നും പറഞ്ഞ് 150ഓളം പാവപ്പെട്ട ആളുകളെയാണ് ഇന്ന് മരിച്ചുപോയ ആളുകള്, ഒരു ജീവിച്ചിരിക്കുന്ന ആളുകളെ മരിച്ചുപോയി എന്ന് വരെ എഴുതി കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ആളുകളെ വളരെ മോശമായ രീതിയിൽ ആക്ഷേപിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ച ആ പരാതിക്കാരന്റെ പേരിൽ ഇലക്ഷൻ കമ്മീഷന് സെക്രട്ടറി പരാതി കൊടുത്ത് നടപടിയെടുത്ത് അയാളെ മാതൃകാപരമായി ശിക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കും. CPM ആണ് വ്യാജ പരാതിയിലൂടെ വോട്ടർമാരെ മാറ്റിയതെന്ന് ഇവർ കുറ്റപ്പെടുത്തി. ജീവിച്ചിരിക്കുന്ന വോട്ടറെ മരിച്ചു എന്ന് CPM തെറ്റിദ്ധരിപ്പിച്ചു. വ്യാജ പരാതി ഉന്നയിച്ച CPMകാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. പരമ്പരാഗതമായ UDFന്റെ വോട്ടർമാരെ അവരെ സ്ഥലത്തില്ല, താമസക്കാരല്ല, മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് പല വാർഡുകളിലും, അത് ഏറ്റവും കൂടുതലായി ബാധിച്ചിരിക്കുന്നത് മാർക്കറ്റിലെ വാർഡുകൾ. നഗരസഭയിലെ 45 വാർഡുകളിലും ഇതുപോലെ വോട്ട് മോഷണം നടന്നു വരികയാണെന്നും UDF നേതാക്കൾ ആരോപിച്ചു. വോട്ടുകൾ വെട്ടിമാറ്റാൻ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും UDF ആവശ്യപ്പെട്ടു. അവരുടെ എല്ലാവരുടെ വോട്ട് വെട്ടാൻ വ്യാപകമായി കൊടുത്തിരിക്കുകയാണ്. അവരെല്ലാം സാധാരണക്കാരാണ്. ഇറച്ചിക്കടകളിലും മീൻ മാർക്കറ്റിലും അതുപോലെ പച്ചക്കറി മാർക്കറ്റിലും ജോലി ചെയ്യുന്ന സാധാരണക്കാരാണ്. അവരുടെ ഈ ഒരു ദിവസത്തെ വേതനം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് സ്ത്രീകളും പുരുഷന്മാരും അടക്കം ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ എൻ്റെ വാർഡിൽ കാല് മുറിച്ച് ഹൈ ഷുഗറായിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. രാവിലെ 10:30 ആയപ്പോൾ വന്നതാണ്. ഇതുവരെ പുള്ളിയുടെ ഹിയറിംഗ് നടന്നിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കായംകുളം. കരുനാഗപ്പള്ളിയിൽ സഹകരണ ഓണച്ചന്തയ്ക്ക് തുടക്കമായി. സർവീസ് സഹകരണ ബാങ്കിൽ കൺസ്യൂമർ ഫെഡിന്റെ സഹകരണത്തോടെയാണ് സഹകരണ ഓണച്ചന്തയ്ക്ക് തുടക്കമായത്. കൺസ്യൂമർ ഫെഡിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന സഹകരണ ഓണച്ചന്തയ്ക്കാണ് കരുനാഗപ്പള്ളിയിൽ തുടക്കമായത്. കരുനാഗപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിലാണ് ഓണച്ചന്ത ആരംഭിച്ചത്. ഓണച്ചന്തയുടെ ഉദ്ഘാടനം സഹകരണ ബാങ്ക് പ്രസിഡന്റ് C വിജയൻ പിള്ള നിർവഹിച്ചു. ഈ വർഷത്തെ ഓണത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സർക്കാർ കേരളത്തിലെ പാവപ്പെട്ടവരുടെയും അധ്വാനിക്കുന്നതിൻ്റെയും പ്രതീകമായിട്ട് എല്ലാ ദുർഘട ഘട്ടത്തിലും ഒരു കൈത്താങ്ങും സഹായവുമായിട്ട് എപ്പോഴും നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഓണം ഈ നാട്ടിലെ മലയാളികൾ അഭിമാനപൂർവ്വം ആഘോഷിക്കുന്നതിലേക്ക് വേണ്ടി ഒട്ടേറെ കാര്യങ്ങളാണ് ചെയ്തു തീർത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ ഖജനാവിൽ നിന്നും ഓണത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഏതാണ്ട് 20,000 കോടി രൂപയോളമാണ് നീക്കി വെച്ചിട്ടുള്ളത്. 20,000 കോടി രൂപയും സൗജന്യം കൊടുക്കുന്നതിലേക്ക് വേണ്ടി മാത്രമല്ല, കൺസ്യൂമർ ഫെഡ് വഴിയും നമ്മുടെ സപ്ലൈകോ വഴിയും സാധനങ്ങൾ സബ്സിഡി ഇനത്തിൽ വിതരണം ചെയ്യുന്നതിനും ഉദ്യോഗസ്ഥർക്കും മറ്റ് ജീവനക്കാർക്കും ബോണസും ഉത്സവത്തെ നൽകുന്നതിലേക്ക് വേണ്ടിയും പാവപ്പെട്ട വേഴാമ്പലിൻ്റെ കൂട്ട് കാത്തിരിക്കുന്ന 1,200 രൂപയുള്ളെങ്കിൽ ഒരു മാസം 1,200 രൂപയുള്ളെങ്കിൽ ഒരു മാസം ഒരു വലിയ സന്തോഷത്തോടു കൂടി അവരുടെ ജീവിതാവശ്യങ്ങൾ നിറവേറ്റാൻ കാത്തിരിക്കുന്ന വാർദ്ധക്യം ചെന്ന ആളുകൾക്ക് 2 ഗഡു
ക്ഷേമ പെൻഷനും അനുവദിച്ച് ഭരണസമിതി അംഗം സദാനന്ദൻ കരിമ്പാലിൽ അധ്യക്ഷത വഹിച്ചു. PN മുത്തുകൃഷ്ണൻ, ഗോപൻ, അമൃത, സുജി, ബാങ്ക് സെക്രട്ടറി B ഗംഗ തുടങ്ങിയവർ പങ്കെടുത്തു. അരി, പച്ചരി, പഞ്ചസാര, പയർ, കടല, ഉഴുന്ന്, തുവര, മുളക്, മല്ലി, വെളിച്ചെണ്ണ തുടങ്ങി 16 ഇനം സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെ 26 ഇനങ്ങളാണ് സഹകരണ ഓണച്ചന്തയിലൂടെ ലഭ്യമാകുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ആഘോഷങ്ങൾ ജനങ്ങളുടെ സന്തോഷം ഇരട്ടിയാക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. പത്തനാപുരത്ത് ഫ്ലവർ ഷോയും ഓണം ഫെസ്റ്റും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൂവും പൂവിലയുമായി അത്തം പിറന്നതിന്റെ ആഘോഷം കൂടിയായിരുന്നു പുഷ്പമേളയും ഓണം ഫെസ്റ്റും. ആദ്യമായാണ് പത്തനാപുരത്ത് പുഷ്പമേള സംഘടിപ്പിക്കുന്നത്. ഇല്ലായ്മകളിൽ നിന്നും കരകയറുന്ന ജനതയ്ക്ക് ഓണാഘോഷം വാനോളം സംതൃപ്തി നൽകുന്നതാണെന്നും മന്ത്രി ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു. ആഘോഷങ്ങൾ ജനങ്ങളുടെ സന്തോഷം ഇരട്ടിയാക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടു. പത്തനാപുരത്ത് ഫ്ലവർ ഷോയും ഓണം ഫെസ്റ്റും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൂവും പൂവിളിയുമായി അത്തം പിറന്നതിന്റെ ആഘോഷം കൂടിയായിരുന്നു പുഷ്പമേളയും ഓണം ഫെസ്റ്റും. ആദ്യമായാണ് പത്തനാപുരത്ത് പുഷ്പമേള സംഘടിപ്പിക്കുന്നത്. ഇല്ലായ്മകളിൽ നിന്നും കരകയറുന്ന ജനതയ്ക്ക് ഓണാഘോഷം വാനോളം സംതൃപ്തി നൽകുന്നതാണെന്നും മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. ഇത്തരം ആഘോഷങ്ങളിൽ എപ്പോഴും മുന്നിൽ നിൽക്കുന്ന ഒരു മേഖലയാണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ എല്ലാ മേളകളും വിജയിച്ചിട്ടുണ്ട്. ഈ മേള വളരെ വ്യത്യസ്തമായ നിലയിൽ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഗംഭീരമായി ഒരുക്കുവാൻ ഇതിന്റെ സംഘാടകർ കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിന്റെ സജീവമായ പഞ്ചായത്ത് മെമ്പർമാരുടെ ഓരോരുത്തരുടെയും സജീവമായ പിന്തുണയും പഞ്ചായത്തിന്റെ ഒരു വലിയ സപ്പോർട്ടും ഇതിന്റെ ഇത്തരത്തിലൊരു പദ്ധതി തുടങ്ങുന്നതിന് വേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു ഗ്രൗണ്ടിന് വേണ്ടി ആദ്യം NSSനെ സമീപിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് പഞ്ചായത്തുമായി സഹകരിക്കുകയാണെങ്കിൽ തരാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പഞ്ചായത്തിനെ സമീപിക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ എല്ലാ അംഗങ്ങളും ചേർന്നുകൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി നടത്താൻ അവർ തീരുമാനിച്ചു. പത്തനാപുരം സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും സാംസ്കാരിക ഘോഷയാത്രയോടെയായിരുന്നു ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. NSS ഗ്രൗണ്ടിൽ നടന്ന പൊതുസമ്മേളനത്തിൽ പത്തനാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി, ജില്ലാ പഞ്ചായത്ത് അംഗം സുനിത രാജേഷ്, K സുലോചന, ബൽക്കീസ് ബീഗം, തൗസിയ മുഹമ്മദ്, മണി സോമൻ, സലൂജ ദിലീപ്, CR നജീബ് എന്നിവർ പങ്കെടുത്തു. സെപ്റ്റംബർ 22 വരെയാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് കോർഡിനേറ്റർമാരായ അനീഷ്, അഫ്സൽ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കരുനാഗപ്പള്ളി അമ്മ മനസ്സ് കൂട്ടായ്മ ഓണാഘോഷം സംഘടിപ്പിച്ചു. തഴവ പാവുമ്പയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഓണപ്പുടവ വിതരണം, അരി വിതരണം എന്നിവയും നടത്തി. കരുനാഗപ്പള്ളി അമ്മ മനസ്സ് കൂട്ടായ്മയുടെ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. പാവുമ്പയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഓണപ്പുടവ വിതരണം, അംഗങ്ങൾക്കുള്ള അരി വിതരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. കോൺഗ്രസ് കരുനാഗപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KA ജവാദ് ഉദ്ഘാടനം ചെയ്തു. തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ പോലും ഒരുപക്ഷെ ചോദ്യചിഹ്നമാകാൻ സാധ്യത ഉണ്ടായിട്ട് കൂടി അവയെല്ലാം മറന്നുകൊണ്ട് ഈ സംഘടനയ്ക്ക് ചടുലമായ നേതൃത്വം കൊടുക്കുന്ന ശ്രീ ഷംനാ ചെറുകനെ പോലെയുള്ള ആളുകൾ നിങ്ങളോടൊപ്പം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കൊന്നിനും ഭയക്കേണ്ടതില്ല. നിങ്ങൾ ഈ സംഘടന കരുനാഗപ്പള്ളിയിലും ജില്ലയിലും സംസ്ഥാനത്തും അറിയപ്പെടുന്ന സംഘടനയായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിൽ അഭിമാനം നൽകുന്ന ഈ ഒരു സംഘടനയ്ക്ക് എല്ലാവിധമായ നന്മകളും ഐശ്വര്യങ്ങളും ജഗദീശൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീകല ക്ലാപ്പന അധ്യക്ഷത വഹിച്ചു. ഈ കൂട്ടായ്മയുടെ കേഡർ സംവിധാനവും അച്ചടക്കവും സമയക്ലിപ്തതയും ചിട്ടയായ പ്രവർത്തനവും സുതാര്യതയും കൊണ്ട് മാത്രമാണ്. അമ്മമാരുടെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഈ സംഘടനയ്ക്ക്. മായ ഉദയകുമാർ സ്വാഗതം പറഞ്ഞു. ഏറെ ബൃഹത്തായ പദ്ധതികളുമായി അമ്മ മനസ്സ് കൂട്ടായ്മ വരാൻ കാരണം ഞങ്ങളെ എല്ലാവരെയും നിയന്ത്രിക്കാൻ ചുറുചുറുക്കോടുകൂടി ഒരു വെയിലത്തും കരിയാത്ത ഉദയ സൂര്യനെ പോലെ ജ്വലിക്കുന്ന ഞങ്ങളുടെ ഡയറക്ടറാണ് ഇതിനെല്ലാം ഞങ്ങൾക്ക് നിർദ്ദേശം തരുന്നതും അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുന്നതിൽ അഭിമാനപൂർവ്വം ഞങ്ങൾ സഹോദരിമാർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ ഉത്തരവാദിത്വത്തോടും വളരെ ബുദ്ധിപൂർവ്വവും വളരെ അച്ചടക്കത്തോടും മര്യാദയോടും കൂടി ഞങ്ങൾ ഈ സംഘടനയിൽ ഞങ്ങളുടെ ഡയറക്ടർ എന്തു പറഞ്ഞാലും അദ്ദേഹത്തോടൊപ്പം ബഹുമാനപൂർവ്വം സഞ്ചരിക്കാൻ കഴിയുന്ന ഞങ്ങൾ സഹോദരിമാരും ഞങ്ങളുടെ ഡയറക്ടറും ഒത്തുചേർന്നതുകൊണ്ടാണ് ഞങ്ങളുടെ അമ്മ മനസ്സ് സംഘടന ഇത്രയും. മാര്യത്തി ബീഗം, ശകുന്തള അമ്മ വീട് തുടങ്ങിയവർ പങ്കെടുത്തു. ഉപജീവനത്തിനായി ആടിനെ നൽകുന്നതിന്റെ നറുക്കെടുപ്പ് ആദ്യകാല പ്രവർത്തകനായ ഉദയൻ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, തഴവ. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കുന്നത്തൂർ യൂണിറ്റ് കമ്മിറ്റി ഓണാഘോഷം സംഘടിപ്പിച്ചു. കടപ്പയിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ആദരവ്, കലാപരിപാടികൾ എന്നിവയും നടത്തി.
കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കുന്നത്തൂർ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. കടപ്പയിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി ആദരവ്, കലാപരിപാടികൾ, ഓണസദ്യ എന്നിവയും നടന്നു. റിട്ടയേർഡ് പോലീസ് സൂപ്രണ്ടന്റ് കെ അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു. എ രാമചന്ദ്രൻ പിള്ള സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് വി വരദരാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി ജി ശ്രീകുമാർ, സംസ്ഥാന സെക്രട്ടറി രവീന്ദ്രൻ പിള്ള, കെ വിജയൻ, അമ്പിപ്പള്ളി ശ്രീകുമാർ, രാമചന്ദ്രൻ, ജി ശ്രീകുമാർ, സി ശിവശങ്കരപിള്ള, എസ് വിജയൻ, സോമരാജൻ നായർ, ശിവശങ്കരപിള്ള, കെ ചന്ദ്രബാബു, സലിം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. NRIG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കുക, തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുക, തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നടപടി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്. കരുനാഗപ്പള്ളി BSNL ഓഫീസിലേക്കായിരുന്നു മാർച്ച്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ NRIG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കരുനാഗപ്പള്ളി BSNL ഓഫീസിലേക്കായിരുന്നു മാർച്ചും ധർണയും. തൊഴിലുറപ്പ് പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കുക, തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നടപടി പിൻവലിക്കുക, തൊഴിൽ ദിനങ്ങൾ 200 ആക്കുക, കാർഷിക മേഖലയെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക, കൂലി 600 രൂപയാക്കി വർദ്ധിപ്പിക്കുക, കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം സംഘടിപ്പിച്ചത്. ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം BSNL ഓഫീസിന് മുന്നിലെത്തി സമാപിച്ചു. തുടർന്ന് ചേർന്ന യോഗം യൂണിയൻ ജില്ലാ പ്രസിഡന്റ് C രാധാമണി ഉദ്ഘാടനം ചെയ്തു. ഇതിനെ നിലനിർത്തി പോകേണ്ടത്, ഇതിനെ പരിരക്ഷിക്കേണ്ടത് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റാണ്. ഇവിടെ നമുക്ക് ദാരിദ്ര്യം ഒരു പരിധിവഴിയിൽ നിന്നൊക്കെ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, തൊഴിലില്ലായ്മ ലഘൂകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ വസ്തുതയായി തന്നെ നിലനിൽക്കുമ്പോൾ ഇതിന്റെ ആക്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ തന്നെ ഇത് പ്രതിവർഷം ഒരു വർഷം 365 ദിവസമാണുള്ളത്. ഇതിൽ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് മിനിമം 100 ദിവസമെങ്കിലും തൊഴിൽ കൊടുക്കണമെന്നാണ് ആക്ടിൽ സൂചിപ്പിച്ചിരുന്നത്. റംല റഹീം അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ഏരിയ പ്രസിഡന്റ് R സോമരാജൻ പിള്ള, D രാജൻ, J രവീന്ദ്രൻ, T ബീന, J സോമൻ, സുകുമാരി, V കല, K വി വിജയൻ, S സനി, മനുരാജ്, രമണിയമ്മ, ലതികകുമാരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ പന്മന പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. NRIG വർക്കേഴ്സ് യൂണിയൻ ചവറ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും നടത്തിയത്. ഭൂവികസന പദ്ധതികൾ ഏറ്റെടുക്കാനാകില്ലെന്ന കേന്ദ്ര സർക്കാർ ഉത്തരവ് പിൻവലിക്കുക, തൊഴിലുറപ്പ് പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കുക, കേരളം ആവശ്യപ്പെട്ട 12 കോടിയുടെ ലേബർ ബജറ്റ് 5 കോടിയായി വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കുക, കാർഷിക മേഖലയിലെ തൊഴിലുകൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക, തൊഴിൽ ദിനങ്ങൾ 200 ആക്കുക, കൂലി 600 രൂപയാക്കുക തുടങ്ങി വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പന്മന പോസ്റ്റ് ഓഫീസിലേക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾ മാർച്ചും ധർണയും നടത്തിയത്. NRIG വർക്കേഴ്സ് യൂണിയൻ ചവറ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. ഇടപ്പള്ളിക്കോട്ടയിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്നിടത്തിലേക്കുള്ള BJP ഒരു തരത്തിലും അധികാരത്തിൽ വരാൻ അനുവദിക്കാത്ത നിലപാടാണ് അന്ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സ്വീകരിച്ചത്. അതുകൊണ്ടാണ്, നന്മ കൊണ്ടല്ല, നല്ലവരായതുകൊണ്ടല്ല, ഈ കുഴപ്പങ്ങൾക്കെല്ലാം ഉത്തരവാദികൾ, പാവങ്ങളെ അനുഭവിക്കുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും ഉത്തരവാദികൾ, പട്ടിണികളും ആളുകൾ മരിക്കാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാക്കി ഉൾപ്പെടെയുള്ള എല്ലാ കുഴപ്പങ്ങൾക്കും ഉത്തരവാദി കോൺഗ്രസ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് BJP അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്തുന്നതിലേക്ക് ആവശ്യമായ തരത്തിലേക്ക് 61 MPമാരുടെ പിന്തുണ തരാം എന്ന് ഞങ്ങൾ പറഞ്ഞത്. തൊഴിലാളികളുടെ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം, പട്ടിണി കിടക്കുന്ന ആളുകളുടെ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം, സാധാരണ ആളുകളുടെ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. അവരെ നിയോഗിച്ച കോൺഗ്രസ് 61 MPമാരുടെ പിന്തുണ കൊടുക്കാന്ന് പറഞ്ഞപ്പോ അവരെ ഒന്ന് കിട്ടിപ്പോയി. ഇന്ന് നമ്മുടെ പഞ്ചായത്തിലേക്ക് ചില ഗ്രാമസേവികമാരും ഗ്രാമസേവകന്മാരും എല്ലാം, അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണാധികാരികൾ കഠിനമായ ജോലി ചെയ്യാൻ നിർബന്ധിക്കുകയാണ് NRIG തൊഴിലാളികളെ. കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി ഇടതുപക്ഷ MPമാരുടെ പിന്തുണ കൂടി ഈ പദ്ധതി കൊണ്ടുവന്നത് കേന്ദ്ര ഖജനാവിൽ നിന്ന് കുറച്ച് പൈസ പട്ടിണിപ്പാവങ്ങളായിട്ടുള്ള ആളുകൾ പട്ടിണി കിടന്ന് മരിക്കാതിരിക്കുന്നതിന് വേണ്ടി അവരുടെ കയ്യിൽ കൊടുക്കാൻ ആവശ്യമായ ഒരു സംവിധാനം, അവർക്ക് അരി വാങ്ങുവാൻ, ഗോതമ്പ് വാങ്ങുവാൻ, അത്യാവശ്യം പഞ്ചസാര വാങ്ങുവാൻ, ഒക്കെ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാനൊക്കെ ആയിട്ട്. S സേതുലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. MV പ്രസാദ, R രവീന്ദ്രൻ, R രാമചന്ദ്രൻ പിള്ള, KA നിയാസ്, K മോഹനക്കുട്ടൻ, R സുരേന്ദ്രൻ പിള്ള, ലതീശൻ, J അനിൽ, S സന്തോഷ്, L വിജയൻ നായർ, അഹമ്മദ് മൻസൂർ, രാജമ്മ ഭാസ്കരൻ, അനീസ നിസാർ, ഗീത, അൻസർ ഖാസിം പിള്ള, സജിത്ത് രഞ്ജൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.
കരുനാഗപ്പള്ളി നഗരസഭയ്ക്കെതിരെ കുറ്റപത്രവുമായി UDF. നഗരഭരണത്തിൽ മുരടിപ്പ് ആരോപിച്ചാണ് UDF കുറ്റപത്രം സമർപ്പിച്ചത്. കോൺഗ്രസ് ഓഫീസിൽ നിന്നും പ്രകടനവുമായി എത്തിയാണ് നഗരസഭയ്ക്ക് മുന്നിൽ പ്രവർത്തകർ കുറ്റപത്ര സമർപ്പണം നടത്തിയത്. രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ വികസനം തടസ്സപ്പെടുത്തുന്ന കരുനാഗപ്പള്ളി നഗരസഭയുടെ സമീപനം തിരുത്തണമെന്ന് CR മഹേഷ് MLA ആവശ്യപ്പെട്ടു. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് MLA ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ 7 ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിപ്പിക്കുന്നതിന് അടിസ്ഥാന സൗകര്യം ഒരുക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. തുക അനുവദിച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. നഗരസഭാ പരിധിയിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി അമൃത 2 പദ്ധതിയിൽ നഗരസഭയെ ഉൾപ്പെടുത്തിയിട്ടും തുടർ പ്രവൃത്തികൾ ഏറ്റെടുത്ത് പദ്ധതി പ്രാവർത്തികമാക്കാൻ നഗരസഭയ്ക്ക് കഴിയുന്നില്ലെന്നും MLA കുറ്റപ്പെടുത്തി. സ്വകാര്യ ബസ് സ്റ്റാൻഡ് തുറന്ന് പ്രവർത്തിപ്പിക്കുക, തെരുവുവിളക്കുകൾ പ്രകാശിപ്പിക്കുക, തകർന്ന റോഡുകൾ നവീകരിക്കുക, ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് UDF ടൗൺ സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് നടത്തിയ ജനകീയ മാർച്ചും കുറ്റപത്ര സമർപ്പണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ പോലും ജാഗ്രതയോട് കൂടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്താറുണ്ട്. താലൂക്ക് വികസന സമിതി കൂടുമ്പോൾ, ജില്ലാ വികസന സമിതി കൂടുമ്പോൾ നഗരസഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കാറില്ല. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഒന്ന് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ റോഡാണ്. ആ റോഡ് നഗരസഭയുടെ അധികാര പരിധിയിൽ വരുന്ന റോഡാണ്. 84 ലക്ഷം രൂപയാണ് MLA ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ആ റോഡ് ഗതാഗത യോഗ്യമാക്കിയത്. ഇന്ന് ഈ ടൗണിൻ്റെ പണി നടക്കുമ്പോൾ, ഇവിടെ ഗതാഗത കുരുക്കുകൾ ഉണ്ടാകുമ്പോൾ ആ റോഡ് കൂടി ശോച്യാവസ്ഥയായിരുന്നുവെങ്കിൽ ജനം എവിടെ പോകുമായിരുന്നു? 84 ലക്ഷം രൂപ, ഏതാണ്ട് 1 കോടി രൂപയോടടുത്ത് ആ റോഡിന്റെ നിർമ്മാണവുമായി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇടതുപക്ഷത്തിന്റെ സുഹൃത്തുക്കൾക്ക് സമരവുമായി രംഗത്ത് വന്നു. അഴിമതിയാണ്, പൊടിയാണ്. ഇപ്പോൾ ഒരു പൊടിയില്ല, തരിയില്ല. മുഴുവൻ ആളുകളും നടുവൊടിയാതെ പോകുന്നത് ആ റോഡിലൂടെയാണ്. ഏറെ പഴക്കമുള്ള ഒരു പ്രശ്നമാണ് കരുനാഗപ്പള്ളി KSRTCയുമായി ബന്ധപ്പെട്ട വിഷയം. KSRTC ബസ് സ്റ്റാൻഡിന്റെ തെക്കുവശത്തോടുകൂടി കിഴക്കോട്ട് വിദ്യാലയ കോളേജ്, വലിയ ഹോസ്പിറ്റൽ മാത്രവുമല്ല മാർക്കറ്റിലോട്ട് പോകുന്ന, കിഴക്കോട്ട് പോകുന്ന മുഴുവൻ ആളുകളും പേരാ പോരാ വാഹനങ്ങൾ പോകുന്നതാണ്. എത്രയോ കാലമായി നഗരസഭ പരിഹരിക്കേണ്ട വിഷയമാണ്. കേസ് ഹൈക്കോടതി കിടക്കുകയാണ്. 75 ലക്ഷം രൂപ ചെലവഴിച്ച് ഇപ്പം നിങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ട് പറയാം, എത്ര പെരുമഴ പെയ്താലും ശരി ഒരു തുള്ളി വെള്ളം കരുനാഗപ്പള്ളി KSRTC ബസ് സ്റ്റാൻഡിൽ കെട്ടിക്കിടക്കാത്ത രീതിയിൽ വളരെ സൂക്ഷ്മതയോടുകൂടി അഴിമതിയില്ലാതെ സുതാര്യമായി ആ ഓടപ്രശ്നം പരിഹരിക്കാൻ സാധിച്ചു. UDF ചെയർമാൻ R. ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്കും അഴിമതിക്കുമെതിരെ UDF കുറ്റപത്രം കാർഷിക കടാശ്വാസ കമ്മീഷൻ മുന്നംഗം KG രവി അവതരിപ്പിച്ചു. UDF ജില്ലാ ചെയർമാൻ KC രാജൻ മുഖ്യ പ്രഭാഷണം നടത്തി. സൗകര്യങ്ങൾ ഇനിയും പൂർണ്ണമായിട്ടില്ല. ഈ നഗരസഭയുടെ പ്രഥമ നഗരസഭയുടെ ഭരണം നടത്തിയത് UDF ആയിരുന്നു. അന്ന് നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് ഇവിടെ തുടക്കമിട്ടു. പക്ഷെ നിർഭാഗ്യവശാൽ തുടർന്ന് 2 തവണ UDFന് അധികാരത്തിലെത്തുവാൻ കഴിഞ്ഞില്ല. M. അൻസർ, P. രാജു, താഷ്കന്റ് കാട്ടുശ്ശേരിൽ, MS ഷൗക്കത്ത്, LK ശ്രീദേവി, തൊടിയൂർ രാമേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കുണ്ടറ നെടുമ്പന ഗവൺമെന്റ് LP സ്കൂളിൽ വർണ്ണക്കൂടാരം ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു. നെടുമ്പന ഗവൺമെന്റ് LP സ്കൂളിലാണ് വർണ്ണക്കൂടാരം പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഓണാഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു. നെടുമ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. ഗിരിജകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഈ ഒരു നെടുമ്പന LP സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷവും വളരെയേറെ പ്രതീക്ഷയുമുള്ള ഒരു ദിവസമായിട്ടാണ് കാണേണ്ടത്. കാരണം നമ്മുടെ പഞ്ചായത്തിലെ തന്നെ അല്പം പിറകിലോട്ട് നിന്ന ഒരു സ്കൂളാണ് നെടുമ്പന LP സ്കൂൾ. അപ്പോൾ ആ സ്കൂളിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന തരത്തിൽ നമുക്കിവിടെ ഒരു പ്രീപ്രൈമറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വർണ്ണക്കൂടാരം വളരെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള രീതിയിൽ PT പ്രസിഡന്റ് K. അൻഷാദ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് B. സുധാകരൻ നായർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഫൈസൽ കുളപ്പാടം, കൊല്ലം DPC GK ഹരികുമാർ, സ്ഥിരം സമിതി അധ്യക്ഷരായ ബിനുജ നാസറുദ്ദീൻ, K. ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ P. അനിൽകുമാർ, ശിവദാസൻ, പ്രഥമാധ്യാപിക CL മാലജ, B. ശശിധരൻ പിള്ള, അപർണ B. മോഹൻ, ആശ K. കൊച്ചയ്യം, V. സൈഫുദ്ദീൻ എന്നിവർ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ, കുണ്ടറ. തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ അതിദരിദ്ര കുടുംബങ്ങൾക്ക് ധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു. ഈ മാസം മുതൽ എല്ലാ മാസവും ഇവർക്ക് പഞ്ചായത്തിൽ നിന്നും ധാന്യ കിറ്റ് ലഭിക്കും. പഞ്ചായത്തിലെ 33 കുടുംബങ്ങൾക്കാണ് ധാന്യ കിറ്റ് ലഭിക്കുക. തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലാണ് അതിദരിദ്ര കുടുംബങ്ങൾക്ക് ധാന്യ കിറ്റുകൾ വിതരണം ചെയ്തത്. ഇനി എല്ലാ മാസവും ഇവർക്ക് ഗ്രാമപഞ്ചായത്തിൽ നിന്നും ധാന്യ കിറ്റുകൾ ലഭിക്കും. ഗ്രാമപഞ്ചായത്തിലെ 33 കുടുംബങ്ങൾക്കാണ് ധാന്യ കിറ്റുകൾ ലഭിക്കുക. ധാന്യ കിറ്റിന്റെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയകുമാർ നിർവഹിച്ചു. വർഷത്തിൽ 4 പ്രാവശ്യം നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന കിറ്റ് ഈ പ്രാവശ്യം വർഷത്തിൽ 12 മാസവും നമ്മൾ കിറ്റ് കൊടുക്കാനുള്ള ഒരു പുതിയ തീരുമാനമാണ് 51 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ട് പഞ്ചായത്ത് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം 4-ാം വാർഡിലെ ഈ അച്ഛന് നൽകിക്കൊണ്ട് വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ PG അനിൽകുമാർ, T സുജാത, അസിസ്റ്റന്റ് സെക്രട്ടറി KK സുനിത, സൂപ്രണ്ട് ബിന്ദു, ശ്രീജ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. തേവലക്കര ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിൽ ഓണവിപണിക്ക് തുടക്കമായി. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം ചെയ്തു. ഓണക്കോളി എന്ന പേരിലാണ് വിപണി ഒരുക്കിയിട്ടുള്ളത്. തേവലക്കര ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണച്ചന്തയ്ക്കാണ് തുടക്കമായത്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ നമുക്ക് 1500ഓളം രൂപയ്ക്ക് സബ്സിഡി നിരക്കിൽ ലഭിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് ഇവിടുത്തെ സഹകാരികൾ പലർക്കും വളരെ ഗുണകരമാകും. വലിയ ഈ തിരക്കൊഴിവാക്കാൻ വേണ്ടി ഒരു ദിവസം 150ഓളം ടോക്കൺ കൊടുക്കുന്നുണ്ട്. 150 പേർക്ക് വെച്ചിട്ടാണ് അടുത്ത ഓണക്കാലം വരെ ഇത് അതിൻ്റെ സ്റ്റോക്ക് തീരുന്നിടം വരെ ഇത് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഇതിനകത്ത് പങ്കെടുത്തുകൊണ്ട് ഏറ്റവും ലാഭകരമായിട്ട് ഈ പ്രവർത്തനത്തിൽ എല്ലാവരും പങ്കാളിയാകണമെന്ന് വിധമായി അഭ്യർത്ഥിക്കുന്നു. ബാങ്ക് പ്രസിഡന്റ് V മധു അധ്യക്ഷത വഹിച്ചു. ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ ഇൻചാർജ് VV രേണുനാഥ് സ്വാഗതം പറഞ്ഞു. ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ മോഹനചന്ദ്രൻ പിള്ള, രമണൻ പിള്ള, ബദറുദ്ദീൻ കുറവരയ്യത്ത്, ലോറൻസ് ഗ്ലോറി, മെൽവിൻ സാംസൺ, ബദറുദ്ദീൻ കൈമവീട്, S അജേഷ്, രാധാമണിയമ്മ, വിജയലക്ഷ്മിയമ്മ, തസ്ല റിയാസ്, S അശോകൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. കായംകുളം നഗരസഭയിൽ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകളെന്ന ആരോപണം. അയാൾക്ക് മറ്റെവിടെയെങ്കിലും വോട്ടുണ്ട് എന്ന് കാണിക്കുന്ന ശക്തമായ രേഖ ഹാജരാക്കണം. നഗരസഭയിലെ 9-ാം വാർഡിൽ 132 പേരുടെ വോട്ടുകൾ വെട്ടുമാറ്റിയതായി UDF. മുസ്ലിം ലീഗ് കൗൺസിലർ അമ്പിളിയുടെ നേതൃത്വത്തിൽ നഗരസഭയിൽ പ്രതിഷേധം. തൊഴിലുറപ്പിൽ പദ്ധതി വിഹിതവും തൊഴിൽ ദിനങ്ങളും വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം. കരുനാഗപ്പള്ളിയിൽ BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും. NRG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. ആഘോഷങ്ങൾ ജനങ്ങളുടെ സന്തോഷം ഇരട്ടിയാക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. പത്തനാപുരത്ത് ഫ്ലവർ ഷോയ്ക്ക് തുടക്കം. ഓണം ഫെസ്റ്റും ഫ്ലവർ ഷോയും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.